അസ്സലാമു അലൈക്കും എവരിവൺ, വെൽക്കം ടു ടേസ്റ്റി വ്യൂസ്. ഇന്ന് നമുക്കൊരു ചിക്കൻ പൊരിച്ചതിൻ്റെ റെസിപ്പി നോക്കിയാലോ. നമുക്ക് ആദ്യം തന്നെ ചിക്കൻ പൊരിക്കാനായി ഒരു മസാല പുരട്ടി വയ്ക്കാം. മസാല ഉണ്ടാക്കാനായി ഒരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3/4 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പ് എന്നിവയും കൂടി ചേർക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പാകത്തിന് വെള്ളവും ചേർത്ത് ഒരു കുഴമ്പ് രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കാം. കൈകൾ കൊണ്ട് നമുക്ക് മസാല നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയായ ശേഷം കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത ശേഷം മസാലയുമായി നന്നായി യോജിപ്പിക്കുക. ചിക്കനിലേക്ക് നമ്മൾ തയ്യാറാക്കിയ മസാല നന്നായി പിടിക്കണം. ഇനി സ്റ്റൗ ഓണാക്കി ചിക്കൻ വെച്ച് മൂടി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിനായി ഒരു ചെറിയ ഉരലിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ചതച്ചെടുക്കാം. ജീരകം ഒന്ന് ചതച്ചതിന് ശേഷം നന്നാക്കി വെച്ചിരിക്കുന്ന ഒരു പിടി ചുവന്നുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ചതച്ചെടുക്കാം. ചെറിയുള്ളി ചെറുതായി ചതച്ചതിന് ശേഷം നമുക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്നും കൂടി ചതച്ചെടുക്കാം. ഇനി നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്നവ നമുക്ക് വേവിക്കാൻ വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ ഈ ചിക്കനിലേക്ക് 3 പച്ചമുളക് കീറിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഒരു തരി വെള്ളം ചേർക്കാതെ വേണം മൂടി വയ്ക്കാനായിട്ട്. കുറച്ച് കഴിയുമ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളം താനെ ഇതിലേക്ക് ഇറങ്ങി വരും. ചിക്കനിൽ നിന്ന് വെള്ളം ചെറുതായി ഇറങ്ങി തുടങ്ങുമ്പോൾ നമുക്ക് ഇവയെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഈ ചിക്കൻ വേവുന്നത് വരേക്കും ഈ പാത്രം മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് ചിക്കൻ തുറന്ന് നന്നായി ചിക്കൻ ഇളക്കി കൊടുക്കണം. ചിക്കൻ ഒരു 90% വേവായി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ തുറന്ന് വെച്ച് ഇതിൻ്റെ വെള്ളം പറ്റിച്ചെടുക്കാം. ചിക്കൻ അടിയിൽ പിടിക്കാതെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ചിക്കനിൽ വെള്ളമൊക്കെ നന്നായി പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. പക്ഷേ ഈ ചിക്കൻ ഇങ്ങനെ തന്നെ കഴിക്കാനാണെങ്കിൽ നല്ല രുചിയാണ്. ഈ ചിക്കൻ പൊരിക്കാനായി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ നന്നായി വെന്ത ചിക്കൻ ആയതുകൊണ്ട് കൂട്ടിയിട്ട് ചിക്കൻ്റെ കളറൊന്ന് മാറ്റിയെടുത്താൽ മതി. ഒരു വശം റെഡിയായതിനു ശേഷം നമുക്ക് ചിക്കൻ മറിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണേ. ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ചിക്കൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി ചൂടോടെ തന്നെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചിക്കൻ പൊരിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. നമുക്കിനി പുതിയ വീഡിയോയുമായി കാണുന്നത് വരേക്കും താങ്ക് യു.